ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നത് മുതൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നത് വരെയുള്ള 14 സ്ഥലങ്ങളാണ് കുരിശിന്റെ വഴിയായി പറയുന്നത്. 2-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. 2-ാം സ്ഥലത്ത് മിശിഹ തന്റെ കുരിശ് ഏറ്റുവാങ്ങുന്നു. പൊന്തിയോസ് പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കലായി വിധിച്ച ശേഷം റോമൻ സൈനികർ ഒരു വലിയ മരക്കുരിശ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുന്നു. അവർ അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് മുൾക്കിരീടമണിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ശരീരം രക്തസ്രാവത്താൽ ദുർബലമായിരുന്നു. ഈ വിധ പീഡനങ്ങൾക്കൊടുവിൽ വലിയ ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് ദുർഘടമായ വഴിയിലൂടെ എതിർപ്പോ പരാതിയോ കൂടാതെ അദ്ദേഹം മുന്നോട്ടു നീങ്ങുന്നു. ഈ യാത്രയിൽ അദ്ദേഹം ചുറ്റും നോക്കുന്നുണ്ട്. സ്നേഹിതന്മാരോ ശിഷ്യന്മാരോ അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഫലമറിഞ്ഞവരോ ആരെയും തന്നെ ആ വഴിയോരത്ത് അദ്ദേഹം കണ്ടെത്തുന്നില്ല. ഓശാന പാടി അദ്ദേഹത്തെ എതിരേറ്റവരും നിശബ്ദമായിരിക്കുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് രക്തത്തിൽ കുളിച്ച് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നു. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ